5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങകലെ ഹിമാലയ സാനുക്കൾക്ക് താഴെ വളരെ മനോഹരമായ ഹിമപാതങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് 0 ഡിഗ്രിക്ക് താഴെ പോലും തണുപ്പുള്ള ഇടങ്ങളിൽ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സൈനികർ ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ കിടക്കുന്നുണ്ട്. കുടുംബവും പോലും കാണാൻ കഴിയാതെ, യുദ്ധം വരുമെന്ന് മനസ്സിൽ എപ്പോഴും വരുമെന്നറിയാതെ, എപ്പോൾ യുദ്ധം വന്നാലും സന്നാഹമാകുവാൻ അതിർത്തിയിൽ കിടക്കുന്ന, വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം വീട്ടിൽ വരാൻ കഴിയുന്ന, പല വർഷങ്ങളും വരാൻ കഴിയാത്ത, നാട്ടിൽ പോലും വരാൻ കഴിയാത്ത ഒരുപാട് സൈനികർ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ, കാശ്മീരി എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. മലയാളി ഭാഗ്യവശാൽ മലയാളിയുടെ മണ്ണ് കുറച്ച് പ്രകൃതി കൊണ്ടും അനുഗ്രഹമാണ്, കുറേ സമ്പത്തും ഇവിടെയുണ്ട്, കുറേ പ്രവാസികൾ ഉള്ളത് കൊണ്ട് നല്ല പൈസയും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി മക്കൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്നവർ കുറച്ച് സമ്പത്തൊക്കെ ഉള്ള വീട്ടിലുള്ളവരായിരിക്കും. കൂടുതൽ മക്കളും കുസാറ്റിലൊക്കെ പോയി പഠിക്കുന്നവർ കുറച്ചുകൂടി സമ്പത്തുള്ളവരായിരിക്കും. അങ്ങനെ നല്ല സമ്പത്തുള്ള കുസാറ്റിലെ കുറച്ച് മക്കൾ പഠിച്ച് പാസ്സായി അവർ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി. ദുബായിൽ പോയ കുറച്ച് നമ്മുടെ എഞ്ചിനീയറിംഗ് മക്കൾ അവിടെ ഒരു സംഘടനയുണ്ടാക്കി, കുസാറ്റ് ബിടെക് അലുമിനിയം അസോസിയേഷൻ ക്യൂബ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവരൊരു രാഷ്ട്രീയ ചായ്വുണ്ടോ എന്നൊരു സംശയം ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ക്യൂബ എന്നൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടന ഒരു രാഷ്ട്രവിരുദ്ധ തെമ്മാടിത്തരം കാണിച്ചു, ഒരു രാജ്യദ്രോഹ വിരുദ്ധ പ്രവർത്തനം കാണിച്ചു. എന്നിട്ട് അതിനെ മെഴുകി അതിനെ നാശക്കോട്ടയാക്കി അവർ വല്ലാത്ത രൂപത്തിൽ വന്ന് കുറ്റബോധത്തോട് പോലുമില്ലാതെ സംസാരിക്കുന്നുണ്ട്. അവരുടെ അക്കൗണ്ടുകൾ അവർ ഫ്രീസ് ചെയ്തു, അവരുടെ വെബ്സൈറ്റ് അവർ പ്രൈവറ്റാക്കി, അവരുടെ ഫോണുകൾ അവരെടുക്കുന്നില്ല, ആരോടും പ്രതികരിക്കുന്നില്ല. എന്തിന് മക്കളെ നിങ്ങൾ ഇതൊക്കെ ചെയ്തു? എന്തിനാണ് നിങ്ങളിത് ചെയ്തത്? അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ദുബായ് ബർദബായി ദാദ് മേത്ത റോഡിലുള്ള പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് എന്ന് പറയുന്ന PAD എന്ന് പറയുന്നൊരു ഹാളുണ്ട്. അവിടെ ആ ഹാളിൽ അവർ ഒരു പ്രോഗ്രാം നടത്തി. ഓർമ്മച്ചുവടുകൾ, ബിടെക് പഠിച്ചിട്ടുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെയൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുസാറ്റിൽ വന്ന് ബിടെക് പഠിച്ചിട്ടുള്ള കുട്ടികളുടെ ഒരു കൂട്ടായ്മ, ഓർമ്മച്ചുവടുകൾ. വളരെ നല്ല കാര്യം. പക്ഷെ അവിടെ ആ പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുലിനും അവിടെ വരികയുണ്ടായി. 2 ക്രിക്കറ്റ് താരങ്ങളാണ്. അതിൽ ഉമർ ഗുലിനെ സംബന്ധിച്ച് നമുക്ക് വലിയ അഭിപ്രായമില്ല, അദ്ദേഹം വന്നോട്ടെ. പക്ഷേ ഷാഹിദ് അഫ്രീദിയെ സംബന്ധിച്ച് നമുക്ക് ഭാരതീയന് വലിയ അഭിപ്രായമുണ്ട്. ഈ ഷാഹിദ് അഫ്രീദിയാണ് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയും ഒക്കെ പറയുന്നത്. എന്താ പറയുന്നത്? ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ ഉടനെ നിങ്ങൾ പാകിസ്ഥാനെ കുറ്റം പറയും. 8 ലക്ഷത്തോളം സൈനികർ കാശ്മീർ ബോർഡറിൽ കടന്നിട്ട് നിങ്ങൾക്ക് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കഴിയാത്തതിന് ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന് പറയുകയും, പാകിസ്ഥാനിലെ വിജയാഘോഷം നടത്തുമ്പോൾ, ഇന്ത്യക്കെതിരെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ വിജയാഘോഷം നടത്തുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ആഘോഷം പങ്കെടുക്കുന്ന ഷാഹിദ് അഫ്രീദി, അതുപോലെ തന്നെ അവിടെ ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ സൈനികർ വധിച്ച ഭീകരർക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കാൻ പോയ ഷാഹിദ് അഫ്രീദി ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ കളിയിൽ ഒരു 6 അടിച്ചാൽ ഉടൻ തന്നെ ബാറ്റൊക്കെ ഉയർത്തി ഇന്ത്യയെ അടിച്ചു കൊന്നു എന്നുള്ള നിലയിൽ അള്ളാഹു എന്നൊക്കെ വിളിച്ച് വേണ്ട ബഹളമൊക്കെ ഉണ്ടാക്കി വേറൊരു വികാരം, ഒരു വെറുപ്പിൻ്റെ വികാരം, വെറുപ്പിൻ്റെ രാഷ്ട്രീയം, വെറുപ്പിൻ്റെ ചിന്ത, വെറുപ്പിൻ്റെ കളി പറയുന്ന ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള ഷാഹിദ് അഫ്രീദിയെ വിളിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് ഡാൻസ് ചെയ്യുന്നു. ആ ഷാഹിദ് അഫ്രീദി പറയുന്നതാണ് തമാശ. അദ്ദേഹം ചോദിക്കുന്നു, ഇത് ഏത് സംഘടന? അത് കേരളത്തിലുള്ള സംഘടനയാണ്, കുട്ടികളുടെ സംഘടനയാണ്. കേരള ഈസ് എ ലാൻഡ് ഓഫ് ഡെലീഷ്യസ് ഫുഡ്. എപ്പോഴാണ് ഇവിടെ ഷാഹിദ് അഫ്രീദി വന്ന് നിരന്തരം ഫുഡ് കഴിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ക്രിക്കറ്റിൻ്റെ ഏതെങ്കിലും പരിപാടിക്ക് വന്ന് 1-2 മെനു കഴിച്ചതനുസരിച്ച് കേരളത്തിൻ്റെ ഫുഡ് മുഴുവൻ കഴിച്ചോ? ഷാഹിദ് അഫ്രീദി എപ്പോഴാണ് കേരളത്തിൽ വന്ന് ടൂർ നടത്തിയത്? അപ്പോൾ അതൊന്നുമല്ല. അവിടെ ഉള്ള ജനങ്ങളുടെ കയ്യടി കിട്ടാൻ അദ്ദേഹവും പറഞ്ഞു തള്ളിമറിച്ചു. ഉടൻ ആളുകൾ സെൽഫി എടുക്കുന്നു, മൊബൈൽ ഫോണിലെ ടോർച്ച് ലൈറ്റ് പ്രകാശിപ്പിക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഓഡിയൻസും ഇതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് ഇത് കേസായപ്പോൾ ABVP കൊണ്ട് കേസ് കൊടുത്തു. അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ കേസ് കൊടുത്തപ്പോൾ ഉടൻ തന്നെ സംഘാടകർ പറയുകയാണ്, ഈ PAD എന്ന് പറയുന്ന പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ അവിടുത്തെ സംവിധാനത്തിൽ അപ്പുറത്തെ ഒരുപാട് ഹാൾ ഉള്ളതാണ്. അപ്പുറത്തെ ഹാളിൽ പ്രീതി ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഇവിടെ എന്താണ് തിരക്കെന്ന് നോക്കി വന്ന് കയറി. എത്ര മോശമാണ്! ബിടെക് പഠിച്ച കുട്ടികളല്ലേ നിങ്ങൾ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയുന്നത് നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? ഇത് ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ലൈബ്രറിയുടെ പരിപാടി അല്ലല്ലോ. നിങ്ങൾ വളരെ മുൻകൂട്ടി
ആണ് അഫ്രീദിയെ കൊണ്ടുവന്നത്. ആ പരിപാടിയുടെ വീഡിയോ ഷോട്ട് എല്ലാ ചാനലുകളിലും പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടാൽ മനസ്സിലാവും. ഒരാൾ പുറത്തു പോയി അഫ്രീദിയെ കൊണ്ടുവരുന്നു, അഫ്രീദിയെ അനൗൺസ് ചെയ്യുന്നു, അഫ്രീദിയുടെ വീരകഥകൾ അവിടെ പറയുന്നു. അപ്പോൾ തന്നെ പിന്നെ അഫ്രീദിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു, അഫ്രീദ് പ്രസംഗിക്കുന്നു, ആളുകൾ പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ മുൻകൂട്ടി ഇത് അറിയിച്ചിട്ടില്ലായിരുന്നോ? നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവിടെ അങ്ങനെ ചെയ്യുവാനുള്ള ചില അധികാരമില്ല. പാകിസ്ഥാനിൽ ഇങ്ങനെ ചെയ്യുന്നതിന്, അല്ല ദുബായിൽ ഇങ്ങനെ ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. ദുബായിലെ നിയമങ്ങൾ നിങ്ങൾ തെറ്റിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ നടത്തണമെങ്കിൽ ദുബായിൽ നിന്ന് പ്രത്യേകം ലൈസൻസ് എടുക്കണം. അതിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല. മറ്റൊരു രാജ്യത്തെ VIP-യെ നിങ്ങൾക്ക് വേറൊരു രാജ്യത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എളുപ്പമല്ല. അങ്ങനെ എല്ലാ നിയമങ്ങളും നിങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരീക്ഷണത്തിലേക്ക് പോകും. യാതൊരു സംശയവുമില്ല. NIA-യുടെയും അതുപോലെ തന്നെ CBI-യുടെയും രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ നിരീക്ഷണത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബവും പോയിരിക്കും. എന്തിനാണ് നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത്? കേരളത്തിൽ ജീവിച്ച നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്കും മുസ്ലിമിനും എല്ലാവർക്കും ഒരു അപ്പർ ഹാൻഡുള്ളൊരു സ്ഥലം കൂടെയാണ്. BJP-ക്കൊക്കെ ഒരു സ്വാധീനം കുറഞ്ഞ സ്ഥലമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തീർച്ചയായും നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്.